നിങ്ങളെ നമ്മളൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്, സുന്നി ബിദായി ചർച്ചകൾ പറഞ്ഞ ഗ്രൂപ്പ്. ആദ്യം ഇതിൽ ഏതെങ്കിലും ഒന്നിനൊരു മറുവാദം എഴുതി കേട്ടാ. എന്നിട്ട് നിങ്ങൾ താഴെ നിങ്ങളെ പേര് വെച്ചാൽ മതി. സുന്നിവാദം എന്ന് എഴുതരുത്. നിങ്ങളൊരു ഏതെങ്കിലും ഒരു വാദത്തിന് മറുവാദം എഴുതിയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യും. ഇതിലെന്താ മൗലവി നിങ്ങൾ എഴുതിയിട്ടുണ്ട്? റസാഖ് മൗലവി, സുന്നികൾക്കില്ലേ ക്ഷണം? സുന്നികൾക്കില്ല, പിന്നെ എങ്ങനെ ഞാൻ ക്ഷണം സ്വീകരിക്കുക? ഞാൻ സുന്നി വിശ്വാസക്കാരനാണ്. പിന്നെ എങ്ങനെയാ സുന്നികൾക്കില്ലാത്ത? പിന്നെ ഞാൻ വരേണ്ട ആവശ്യം? നിങ്ങൾ സുന്നികളായിട്ട് സംവാദത്തിനുണ്ട് വരി, അപ്പൊ നമ്മളുണ്ടാവും കേട്ടാ. സുന്നിയായ ഞാൻ എന്തിനാ സുന്നികളോട് സംവാദം നടത്തുന്നത്? നിങ്ങൾ സുന്നിയാണോ വഹാബിയാണോന്നുള്ളത് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. നിങ്ങളേലാ നിൽക്കേണ്ടത്? സ്വർഗത്തിലാ നരകത്തിക്കാ പോകേണ്ടിയുള്ള കാര്യം നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഞാൻ തീരുമാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ തീരുമാനിച്ചിക്കണല്ലോ. ഞാൻ ഇപ്പൊ സുന്നത്ത് ജമാഅത്തിലാണേ. അതെ, ഇബ്ലീസും പറഞ്ഞു ഞാൻ സ്വർഗത്തിലാണെന്നാണല്ലോ. ഞാൻ നരകത്തേക്ക് പോവാണെന്ന് ഇബ്ലീസ് എവിടെയും പറഞ്ഞിക്കണോ? എന്തോ ഒരു കഷ്ടാണ് മൗലവികളെ കഥ. അതേ വർത്താനം നിങ്ങളെ നേരെ കൊണ്ട് തിരിച്ചു പിടിക്കാലോ. ഇല്ല, ഞങ്ങളെ നേർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂല. കാരണം ഞങ്ങൾക്ക് അസിലുണ്ട്, നിങ്ങൾക്ക് അസിലില്ല. ഒന്നും വേണ്ട. ഇവിടുത്തെ ഇപ്പത്തെ അവസ്ഥക്കാണ് പോട്ടെ. കുത്തുബുസ്സമാൻ മമ്പുറന്തങ്ങൾ ഞങ്ങൾ ഇതൊക്കെ ഇപ്പൊ ഞങ്ങളെ തൊട്ട അയലകത്താ. ഞങ്ങളാ ജീവിത ചരിത്രമൊക്കെ നിങ്ങൾ പഠിച്ചോല. നിങ്ങൾക്ക് ഏത് കുന്തർത്താനാ പറയാനുള്ളത്? എന്ത് ചരിത്രം നിങ്ങൾക്ക് പറയാനുള്ളത്? കെ എം മൗലവിയോ? കെ എം മൗലവിന്റെ ഉസ്താദിനെ സുന്നിയല്ലേ? അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ആധികാരികമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പറയണം. ഞങ്ങൾ ഒരിക്കലും വഹാബികളെ പോലെ ഇബ്ലീസിന്റെ പാർട്ടി ആവൂല, അല്ലെങ്കിൽ മൗദൂദികളെ പോലെ ആവൂല, അതല്ലെങ്കിൽ മറ്റേ ഈ ജമാഅത്തെ മറ്റേ ഇവരുണ്ടല്ലോ, മറ്റേ ഈ തബ്ലീഗ് ജമാഅത്തിനെ പോലെയല്ല. ഞങ്ങൾക്ക് അടിസ്ഥാനമുണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്, പാരമ്പര്യമുണ്ട്, എല്ലാം ഉണ്ട്. ക്ലിയറാ, വളരെ ക്ലിയറാ. അതിന് മറ്റുള്ള കാര്യത്തിലും പ്രമാണം ക്ലിയറാണ്. നിങ്ങളെ മാതിരി അല്ലല്ലോ. നിങ്ങൾ ഒരു വലക്കം മുണിങ്ങി നിങ്ങളിപ്പോ ഇതാ 4-5 ടെസ്റ്റ് എന്നായിട്ട് ഇട്ടിക്കണ്. ഈ വലക്കേറ്റ് നിങ്ങൾ എത്ര നാലുണ്ട് നിങ്ങളെ ഊര് കണ്ടിക്കൊണ്ടിരിക്കണ്? ഇഷ്ടംപോലെ പളർച്ച കിട്ടിയിട്ടും പിന്നെ ഉസുറും പുള്ളില്ലാതെ. അതന്നെ ഞാൻ പറഞ്ഞത്, ഈ ഇബ്ലീസിന്റെ കഥ അങ്ങനെ തന്നെയാണ്. ഇതിന്മേ തന്നെ ഇങ്ങനെ ഞാൻ സുന്നി ഒറ്റൂലട്ടോ. ചെങ്ങായിയെ, എനിക്ക് നേരം വെളുത്തണ ചെങ്ങായി. ഇവിടെ എത്ര സംവാദങ്ങൾ നടന്നു കേരളത്തിൽ. കൊട്ടപ്പുറം സംവാദം അവിടുന്ന് തുടങ്ങുന്നു. അതിന് മുമ്പ് തന്നെ ഉണ്ട്. കൊട്ടപ്പുറം സംവാദത്തിൽ നിന്റെ വഹാബികളുടെ തലതൊട്ടപ്പ നേതാക്കന്മാർ പോലും അവിടുത്തെ ബാനർ എന്താണ്? സുന്നി മുജാഹിദ് സംവാദം എന്നാ. അതിനുശേഷം എത്രയോ സംവാദങ്ങൾ നടന്നു. എല്ലാം സുന്നി മുജാഹിദ് സംവാദം. ഇഞ്ചിപ്പണ്ട് വന്നുകാണ്ട് സുന്നി പറ്റൂല, സുന്നി അല്ലട്ടോ ചെങ്ങായി, എന്നാ സുന്നി മുജാഹിദ്, സുന്നി എന്ന് പറഞ്ഞാൽ ഇതെന്താ സംവാദം? അപ്പൊ അനക്ക് തലക്ക് സുഖമില്ലാച്ച് എവിടെയും കൊണ്ട് ചികിത്സിക്കുന്നല്ലാതെ എന്താ ഇതിനൊക്കെ പറയാം? നിങ്ങൾക്കല്ല അസലില്ലാത്തത്. ഇപ്പൊ തന്നെ ഓർത്ത് നോക്കുക. ഇപ്പൊ ഇപ്പത്തെ ഒരു ചർച്ചാ വിഷയം മൗലിദാഘോഷം. അസലു അമലിൽ മൗലിദ് ബിദാത്തുന്നാണ്. മൗലിദാകുന്ന അമലിന്റെ അസലാകുന്നത് ബിദാത്തിന്, അത് ബിദാത്താണെന്നാണ്. അപ്പൊ അസലില്ലാത്തവർ നിങ്ങളല്ലേ. ഞങ്ങളെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഈ പരിപാടിയില്ല, മൗലിദില്ല, റാത്തീബില്ല. അപ്പൊ അസലില്ലാത്തവർ നിങ്ങളാണ്. അതൊക്കെ ഉണ്ട്. വഹാബീസാണ് ഇല്ലാത്തത് കേട്ടാ. ഈ വഹാബീസം എന്ന് പറഞ്ഞ സംഗതി ഇല്ലാത്തത്. അന്ന് വേറെ പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അത് പരിണമിച്ച് ഇപ്പോഴത്തെ കാലത്ത് വഹാബീസ് ആയതാണ്. പിന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കാശത്തില് തൗഹീദ് കണ്ടെത്തലും പിന്നെ ജിന്നില് തൗഹീദ് കണ്ടെത്തലും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ പേരാണ്. നിങ്ങളെ ആ സുഹൃത്തുണ്ടല്ലോ, നിങ്ങളെ സ്നേഹിതന് കെ വി പറഞ്ഞല്ലോ എന്തില് പിന്നെ കാഷ്ടത്തിൽ പോലും തൗഹീദ് ഉണ്ടെന്ന് പറഞ്ഞ അതൊക്കെ പിന്നെ അത് റസൂലുള്ളാഹിന്റെ കാലത്തിൽ കാഷ്ടത്തിലും തൗഹീദ് ചെയ്യുന്നു. അതൊക്കെ പിന്നെ ഉണ്ടായതാ കേട്ടാ. അതാണ് ഭയങ്കര അനാചാരം എന്നൊക്കെ പറയേണ്ടത്. ഇതിനൊക്കെ അസിലുള്ളത് ഞങ്ങൾ ചെയ്യുന്ന ഏതെല്ലാം കർമ്മങ്ങളുണ്ടോ, ഏതെല്ലാം വിശ്വാസങ്ങളുണ്ട്, മുഴുവനും വിശുദ്ധ ഖുർആനിനും ഹദീസിനും എതിരായിട്ട് 4 പ്രമാണങ്ങൾക്കും എതിരായിട്ട് ഒന്നുമില്ല. എല്ലാം അടിസ്ഥാനമുള്ളതാ. മനസ്സിലായ? അത് ആൺകുട്ടികളെ കണ്ടുകണ റസാക്കഞ്ചി സംവദിക്കാൻ കഴിയുന്ന ഏത് ആൺകുട്ടികളെ കണ്ടുക്കണം. ഇജ് വെറുതെ ഇങ്ങനെ മൂല്യന്മാരെ വയഹ്റോ ഹോഹ്റോ എന്ന് പറഞ്ഞിട്ട് പോവെന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് സംസാരിക്കും തയ്യാറുള്ള ആൺകുട്ടിയാണ് ഇറങ്ങുക. മുജാഹിദായിട്ട് ഇറങ്ങുക. അല്ല എന്റെ മാതിരി മതയുക്തിവാദിയായിട്ടല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ സലഫി ആശയമാണ് നീ സ്വീകരിക്കുന്നതെങ്കിൽ കൊണ്ടുപോവാ, എന്റെ ആശയത്തിൽ വാ, എന്റെ മുന്നിലേക്ക് വാ, ഞാൻ പൊളിച്ച് കയ്യിൽ തരാ. എന്തിനാ മൂല്യന്മാരൊക്കെ നോക്കി നടക്കുന്നു? നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് വാ, ഞാൻ റെഡിയാക്കി തരാൻ. ആണ്ട് അടിയന്തരം ജാറ ബിസിനസ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടത്തണം. അസലില്ലാത്ത പരിപാടി നടത്തുന്നവർ നിങ്ങളല്ലേ. അപ്പൊ നിങ്ങൾക്കാണ് അസലില്ലാത്തത്. ആദ്യം എന്റെ അസിലൊന്ന് നോക്കിക്കാളൊന്ന് പോയി കണ്ട് ചോദിച്ചാൽ എന്റെ അമ്മാനോട് അസിലുണ്ടല്ലോ ക്ലിയർ ആക്കിയിട്ട് അസിലാർക്കള്ളത് നോക്കാം നമുക്ക്.
കേട്ടാ. എന്റെ പ്രസ്ഥാനത്ത് മാത്രമല്ല, എന്റെ വർത്തമാനം കേട്ടാ എനിക്കെന്നെ അസല് ചെയ്യുന്നപ്പോ എനിക്ക് തോന്നുന്നുണ്ട്. ഈ വഴിക്കൊന്നും ചർച്ച പോകണ്ട. അതേമാതിരി അങ്ങോട്ടും ചോദിക്കും. വെറുതെ എന്തിനാ അങ്ങോട്ടൊക്കെ ആ രീതിയിലൊക്കെ സംസാരിക്കണം എന്തിനാ? അതൊക്കെ കുറച്ച് കടന്ന കൈയാണ് കേട്ടാ. അതൊക്കെ തൂറി തോൽപ്പിക്കുന്നതിന് ആൾക്കാരുടെ സ്വഭാവമാണ്. ആ റസാക്കെ, ഇതൊക്കെ എത്ര കേട്ടതാ റസാക്കെ. ഇങ്ങോട്ട് അസല് പറയുമ്പോ നമ്മൾ അങ്ങോട്ട് അസല് പറയുന്നത് അതിൽ പത്താവിഞ്ച് വലിയ ഇതൊന്നും പേടിപ്പിച്ചല്ല. ഇജത്ത മനസ്സിലാക്കിയത് വലിയ ഉസ്താദുമാർക്കും തങ്ങന്മാർക്കും മൂലയന്മാർക്കൊക്കെ അല്ലേ ഇപ്പൊ ഇത് പറയാനത്. എനിക്ക് പറഞ്ഞു തന്നെ, എനിക്കിത് പറഞ്ഞൂടെ? നമ്മളിവിടെ അണ്ണാജി ജീവിതം നയിക്കണം, ചെന്നൈയിൽ നടക്കണം, നമുക്കിതെത്താം. നമുക്ക് ഇഷ്ടം പോലെ പറയാൻ എന്റെ അടുക്കളയിൽ കയറിയിട്ട് പറയും. നമുക്ക് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം പത്രമുള്ളൂ. എന്നോട് പറഞ്ഞതിൽ ഭയങ്കര എത്രത്തോളം പറയും അത്രത്തോളം പറയണമെന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ. കാരണം ദജ്ജാലുകളായ ആളുകളെ വെറുതെ വിടാൻ പറ്റൂല. എത്രത്തോളം പറയുന്നോ നമ്മൾ ദിക്കറിനെക്കാണ്ടി കൂലി കിട്ടുന്നപ്പോ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈ വഹാബികളൊക്കെ കൊലത്തിൽ പറഞ്ഞാൽ. കാരണം ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അവർ. അപ്പൊ ജിഹാദിന്റെ കൂലി ഇതിന് കിട്ടുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് പറയും, ഇഷ്ടം പോലെ പറയും. ഇനി എന്തൊക്കെ പറയാനുണ്ട് വെച്ചാൽ അതൊക്കെ പറയും കേട്ടാ. ബജ്ജായാതി തെരുവില് ജീവിക്കണ എന്റെ തൊള്ളേന്ന് ആജാതി വർത്താനേ വരുള്ളൂ. അതിന് മാർഗമൊന്നുമില്ല. അതെ, തീർച്ചയായിട്ടും വഹാബികളോട് പറയാന്ന് പറഞ്ഞാൽ അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതൊക്കെ അള്ളാഹുവിലേക്ക് നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണ്, ഇബാദത്തിൽപ്പെട്ട കാര്യമാണെന്നൊക്കെ വലിയ ബോധത്തോടു കൂടി തന്നെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ്. അത് പറയും, അത് പറയാൻ ഞങ്ങൾക്ക് മതിയെന്ന്. ഞങ്ങളെ വലിയ ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊന്നും ആവശ്യമില്ല. എന്റെ ഏഴംകൂലികളായ ആളുകൾക്ക് നമ്മളെപ്പോലുള്ള ആളുകൾ അതന്നെ അധികമാണെന്നാ പറയുന്നത്. അതിങ്ങനെ ചായ കച്ചവടക്കാരനും പിന്നെ തേങ്ങ പൊളിക്കാരനും അടക്ക പറിക്കുന്ന ആളുകളും സലാമിനെ പോലുള്ള, അതുപോലെ ഡൈവർമാരെ കമറിനെ പോലുള്ള ആളുകൾ, വിറക് കച്ചവടക്കാരനായ മജീദ് പത്തഫിരത്തിനെ പോലുള്ള ആളുകൾ, ഇങ്ങനത്തെ ആളുകളൊക്കെ ഇത് കറക്റ്റല്ലേ? ഇത് ഞങ്ങളെ മതി ഇങ്ങക്ക്, ഞങ്ങളെന്നെ ഓവറാണ്, അതിനെക്കാട്ടും പിന്നെ വേറെ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് അതൊക്കെ ഉസ്താദുമാർക്ക് എന്തൊക്കെ പണിന്റെ വിചാരിച്ചിരുന്നു, ഓൾക്ക് എന്തൊക്കെ പരിപാടികളുണ്ട്. ഒരുപാട് പരിപാടികളൊക്കെ ഇല്ല അവർക്ക്. നിങ്ങളെ ഈ ചപ്പടച്ചക്ക് ഇരിക്കുക അവര്. അതുകൊണ്ട് ഇങ്ങക്കുള്ള മരുന്ന് ഞങ്ങളെന്നെ ഇഷ്ടം പോലെ പള്ള നിറച്ച് തരും. ഏത് രൂപത്തിലാ വേണ്ടിച്ച അതേ രൂപത്തില്. അത് ഏത് റൂട്ട് ഞങ്ങൾ എടുക്കണം, കിതാബിന് ഇബാറത്തണോ അതേ റൂട്ട്, യുക്തിവാദാണോ അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഗണ്ണിച്ചിട്ട് പറയും. അതല്ല നിങ്ങൾ അരന്റെ കീഴ്പ്പെട്ട് മറ്റേ വർത്താനം പറയണ അസ്ലിയ അപ്പൊ അതിനനുസരിച്ച് അതും പറയും. എവിടെ മോശമാകൂല അതൊക്കെ. എന്നാ ഇത് ഉസ്താദുമാർക്ക് പിന്നെ പറ്റൂല. അവര് സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്. അപ്പൊ അവരുടേതായിരിക്കും അതൊന്ന് കീപ്പ് ചെയ്യും. ഞമ്മക്ക് ഇപ്പൊ വഹാബികളുടെ ഒരു ചുക്കും കീപ്പ് ചെയ്യാല്ല റസാക്കെ. അല്ല ഇനിയിപ്പോ എനിക്ക് കേൾക്കണ്ടേ. വഹാബിസത്തിന് 1400 കൊല്ലം പഴക്കണ്ട്. വഹാബികൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന് 1400 കൊല്ലം പഴക്കണ്ട്. അപ്പൊ അതിനാണ് അസലുള്ള പാർട്ടി. അല്ല, അത് 1400 നിൽക്കൂല. എന്ത് 1400 നിർത്തി അവിടുന്ന് പോവല്ലോ, അങ്ങനെ അങ്ങോട്ട് പോകും. ഇബ്ലീസിന്റെ കാലഘട്ടത്തിൽ അവിടുന്ന് വരൂലത്. കാരണം ബാപ്പ അവിടെയല്ലേ കിടക്കുന്നുണ്ട്. അതിന്റെ ഇവിടെ 1400 നിർത്തി റസാക്കെ അങ്ങോട്ട് പോണത്. അവിടെ പോയിട്ട് ഇബ്ലീസിന്റെ ആ അവിടുന്ന് ഇങ്ങോട്ട് അവിടുന്ന് വരട്ടെ. കാരണം വല്യപ്പ അതല്ലേ, അതാണല്ലോ വലിയ ഗുരു. അവിടുത്തെ പാരമ്പര്യമായിട്ട് ഉണ്ടാവുമ്പോ നിങ്ങൾ എണ്ണി ചിലപ്പോ അതിനെ കാട്ടി ഓവറായിട്ട് പോകും. അതല്ല മറ്റൊന്നാണ് എങ്കിൽ അതിവിടെ കേരളത്തിലെ ഔദ്യോഗികമായ വഹാബികളുടെ കേരള നെതുവത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയത് അപ്പോഴാണ്, ആരൊക്കെയാണ് അതിന്റെ സൃഷ്ടികൾ, ആരൊക്കെയാണ് അതിന്റെ നേതാക്കന്മാർ മുഴുവൻ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ റസാഖിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും നിൽക്കൂലല്ലോ. അത് ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ടേ പോവുള്ളൂ. ഞങ്ങളെ നേതാവ് ഇബ്ലീസ് അല്ലല്ലോ, നിങ്ങളെ നേതാവാണല്ലോ ഇബ്ലീസ്. ഞങ്ങളെ നേതാവ് റസൂലുള്ളാഹി തങ്ങളാണ്. ആ റസൂലുള്ള കൊണ്ടുവന്നൊരു ശരിയാത്തുണ്ട്. അപ്പൊ ഞങ്ങളെ അസല് അവിടെയാണ്. അതാ റസാഖ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇബ്ലീസിന്റെ അവകാശവാദം ഞങ്ങൾ സ്വർഗത്തിലാണ്, ഞങ്ങളതിന്റെ യഥാർത്ഥ പാതാറിനായിട്ട് ഓക്കുണ്ട്. ആ സ്വർഗത്തിലാറിനെ വിളിച്ചിട്ടുണ്ട്. അല്ല അങ്ങോട്ട് പോരും, നരകത്തിക്കൊണ്ട് പോരും, ഞാൻ വഴി വേപ്പിക്കാൻ വന്നവനാണ് എന്ന്. പിന്നെ ലാസ്റ്റ് വരുന്നത് മൗലവിന്റെ നിങ്ങളെ ദജ്ജാല്. അയാളും പറഞ്ഞില്ല, ഫസ്റ്റ് വന്ന മൗലവിയും പറഞ്ഞില്ല കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് അസിലുണ്ട്. ബാക്ക് മുന്നിൽ 2 എഞ്ചിനുണ്ട്, വലിയ എഞ്ചിനാ. ഒന്ന് ഇബ്ലീസ് എഞ്ചിനും ഒന്ന് ദജ്ജാൽ എഞ്ചിനുമാണ്. അപ്പൊ അതിന്റെ 2 സ്വഭാവം നിങ്ങളതിൽ ഉണ്ടാവും. ഇത് സംഭവം തമാശ വരെയാണ് ഇതിൽ കാര്യം ഉണ്ടാവും. സംഭവം ഇതില് ഒരു തമാശ നമുക്ക് പറഞ്ഞിക്കണേലും കൂടി ഇത് സത്യത്തില് നിങ്ങളെ പിന്നെ ചിന്താഗതികളും നിങ്ങളെ കാരണങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇബ്ലീസിന്റെ കുതന്ത്രമുണ്ടാവും, ദജ്ജാലിന്റെ വഴിവെപ്പിക്കലുണ്ട്. അത് രണ്ടും മിക്സ് ആകുമ്പോഴാണ് വഹാബിസത്തിന് കറക്റ്റായിട്ട് വരുന്നുണ്ട്. മുന്നിലെ എഞ്ചിനും ബാക്കിലെ എഞ്ചിനും കറക്റ്റായിട്ട് അതിന്റെ ഉള്ളിലെ ഇടയിലുള്ള ബോഗികളാണ് നിങ്ങൾ കേട്ടോ. അപ്പൊ അത്ര മനസ്സിലാക്കിയാൽ മതി.